പീച്ചി താമര വെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. 2 മാസം പിന്നിടുമ്പോൾ മാത്രം കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. ഗുരുവായൂരിൽ നടന്ന സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം സമാപിച്ചു. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിരപ്പള്ളിയിലെ കാട്ടാന ദൌത്യം 1ാം ഘട്ടം വിജയകരം. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം കൊമ്പനെ കോടനാടുള്ള ചികിത്സാ കേന്ദ്രത്തിലെത്തിച്ചു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സ്വർണ്ണഗോപുരം ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. സമീപ ജ്വല്ലറികളിലും സമാനമായ തട്ടിപ്പ് നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വാർത്തകൾ വിശദമായി. പീച്ചി താമര വെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻ വീട്ടിൽ 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. മകൻ പ്രശോഭ്, മരുമകൻ ലിജോ എന്നിവർക്കൊപ്പം ഇന്ന് പുലർച്ചെയാണ് പ്രഭാകരൻ ഉൾക്കാട്ടിലേക്ക് പോയത്. ലിജോയെയാണ് കാട്ടാന ആദ്യം ആക്രമിച്ചത്. തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റ ലിജോ നിലത്തു വീണ ഉടൻ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു. ആനയുടെ മുന്നിൽ ഒറ്റപ്പെട്ടുപോയ പ്രഭാകരനെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രശോഭും ലിജോയും അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഞാൻ അറിയുമ്പോൾ ഒരു 10 മണിക്ക് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. മോനെ ഓടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക്. മോനെ ഓടി വന്നിട്ട് എൻ്റെ ചേട്ടനെ ചോദിച്ചു, അതായത് മാമനെ ഓടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാമനെ ആശുപത്രി പോയേക്കാണ് മോനെ എന്ന് പറഞ്ഞു. എന്താടാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കരയുന്നു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് എന്തിട്ട് പറ്റിയെന്ന്, എന്താ കാര്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മായി ഇനി എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അച്ഛനെ ആന അടിച്ച് കൊന്ന് എന്ന് പറഞ്ഞു. സത്യമാണോ നീ പറയണമെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാന്നൊക്കെ ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റണില്ല. ഇവൻ അപ്പോഴേക്കും എൻ്റെ കൈ കൊതറ് കൂടി വൻ. ശരിക്കും കാട്ടില് എത്ര ദൂരത്തിലാണ് ദൂരം കുറെ ഉണ്ട്, അത് എനിക്ക് കറക്റ്റ് പറയാറില്ല. അവര് എന്നാ പോയത്? ഇന്ന് കാലത്ത് ഇന്ന് രാവിലെ 7 മണിക്കാണ് പോയത്. നമ്മുടെ ആൾക്കാർക്ക് നല്ല സ്പീഡിൽ നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ദൂരമൊന്നും വിഷയമല്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയാകുന്നു. ഈ വർഷം 2 മാസം പിന്നിടുമ്പോൾ മാത്രം കാട്ടാനകളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. പീച്ചി താമരവെള്ളച്ചാലിൽ ആദിവാസിയായ പ്രഭാകരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതാണ് സംസ്ഥാനത്തെ അവസാന സംഭവം. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 14 പേരാണ്. കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ ആകെ 19 ജീവനുകൾ പൊലിഞ്ഞ സ്ഥാനത്താണ് ഈ വർഷം 2 മാസം മാത്രം പിന്നിടുമ്പോഴുള്ള ഞെട്ടിക്കുന്ന ഈ കണക്ക്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കാട്ടാനയുടെ ആക്രമണങ്ങളിൽ 192 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക്. 2011 മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള 14 വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ 289 പേരുടെ ജീവനുകളാണ് കാട്ടാനകൾ എടുത്തത്. 14 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 1533 പേർ കൊല്ലപ്പെട്ടു. കാട്ടാനകൾക്ക് പുറമെ കടുവയുടെ ആക്രമണത്തിൽ 11 പേരും, കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 63 പേരും, കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 9 പേരും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. വന്യജീവികൾ നിരവധി ജീവനെടുക്കുമ്പോഴും നാട്ടിലിറങ്ങി കൃഷിയും വീടും സ്വത്തുമെല്ലാം നശിപ്പിക്കുമ്പോഴും ജനത്തിന്റെ ഭീതി ഉയരുകയാണ്. വന്യജീവി ശല്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. TC വിനോസ്, തൃശൂർ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാകുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി. ഗുരുവായൂരിൽ നടന്നുവന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലിന്റെയും പങ്കാളിത്തത്തിന്റെയും ഭാഗമായാണ് കേരളം ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നാം നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഈ വരുന്ന നവംബർ 1 കൂടി കേരളത്തെ ദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും രാജ്യത്തിനാകെ മാതൃകയാകാൻ പറ്റുന്ന ഒന്നായാണ് മാറാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ആ നവകേരള സൃഷ്ടി
യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ രംഗം, സംരംഭകത്വ വികസനം, ഇവയിലെല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. നാം കേരള സംസ്ഥാനം ഈ വരുന്ന നവംബർ 1 അതിദരിദ്ര കുടുംബമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റണം എന്നാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ മുതൽ നാം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അത് നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ദുരനുഭവം ഉണ്ടാകരുത്. നമ്മുടെ നാടിന്റെ ശുചിത്വം കൃത്യമായി പരിപാലിക്കണമെന്നും നാം ഉറപ്പുവരുത്തണം. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം മാറി വന്നിരിക്കുകയാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും നല്ല ഇടപെടലുകളാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ശോഭനമായ നവകേരള സൃഷ്ടിയാണ് നാം ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഗുരുവായൂർ MLA NK അക്ബർ, കൊച്ചി മേയർ അനിൽകുമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N ജഗജീവൻ, ക്ലീൻ കേരള കമ്പനി MDG K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം തുടർക്കർമ്മ പരിപാടി എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിര നേട്ടം ഉറപ്പുവരുത്തൽ എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവുവും വിഷയാവതരണം നടത്തി. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. 2ാം ഘട്ട ദൌത്യത്തിലൂടെ കഴിഞ്ഞ 1 മാസമായി മസ്തകത്തിൽ മുറിവേറ്റ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാടുകളിൽ അലയുന്ന കാട്ടാനയെ വനപാലകർ പിടികൂടി കോടനാട് എത്തിച്ചു. ആനയെ അഭയാരണ്യ കേന്ദ്രത്തിൽ അടിയന്തരമായി പുതുക്കി നിർമ്മിച്ച ആനക്കൂട്ടിലാക്കുകയും തുടർ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ആനയെ 17ാം ബ്ലോക്കിലെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും കുങ്കി ആനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയത്. രാവിലെ 7:15 ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ ആനയെ മയക്കുവെടിവെച്ചത്. ഈ സമയം തൊട്ടടുത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയുമുണ്ടായിരുന്നു. വെടിയേറ്റ് കൊമ്പൻ അവിടെ തന്നെ നിന്നപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി അടുത്തെത്തി തുമ്പിക്കൈ ഉയർത്തി തലോടി ആനയെ താങ്ങി നിർത്തുന്ന പ്രതീതിയുമുണ്ടായി. കഴിഞ്ഞ ജനുവരി 11 മസ്തകത്തിൽ മുറിവുള്ള കാട്ടാനയെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാടുകളിൽ കണ്ടത്. വനംവകുപ്പിന്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് 1 മാസം നീണ്ടുനിന്ന പ്രയത്നത്തിലൂടെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അവിടെ ലൂസായില്ലല്ലോ കഴിച്ചോളാം. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വളയും മാലയും മോതിരവും വാങ്ങിയ ശേഷം 5,67,700 രൂപ വരുന്ന ബിൽ നെറ്റ് ബാങ്കിലെ നെഫ്റ്റ് സംവിധാനം വഴി അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറി ഉടമയെ കാണിക്കുകയായിരുന്നു. നെഫ്റ്റ് ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ സന്ദേശം എത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ചു ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് അയാൾ അപ്പോഴും ഉടമയോട് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ
ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ 3 പീടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 പീടികയിൽ ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല. ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാളെത്തിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. മാള മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പൂർണ്ണ സജ്ജമാക്കി ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് 3 മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കണമെന്ന് ജസ്റ്റിസ് CS ഡയസ്, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് ഉത്തരവ് നൽകിയത്. 44 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങാത്തതിൽ അലംഭാവം കാണിച്ച സർക്കാർ നടപടിക്കെതിരെയായിരുന്നു ഹർജി. ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള 6 ഉദ്യോഗസ്ഥരെ എതിർകക്ഷികളാക്കിയാണ് കേസ് ഫയൽ ചെയ്തിരുന്നത്. ഉദ്ഘാടനം ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടും മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമായില്ല. പരാതികൾ കൊടുത്തു, അപ്പൊ തസ്തികയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്മാർട്ട് വില്ലേജ് ബോർഡിൽ മാത്രം ഒതുങ്ങി. ഹൈക്കോടതി സർക്കാരിനോട് അതിലൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞെങ്കിലും സർക്കാർ വീണ്ടും തസ്തികയില്ലെന്നും ഗ്രൂപ്പ് വില്ലേജുകൾ ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിലൊരു അനുകൂല തീരുമാനമെടുത്തില്ല. 2023 വീണ്ടും ഞാൻ ഹൈക്കോടതി സമീപിച്ചു. ആ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞ ദിവസം വിധി വന്നു. മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുവാനുണ്ടോ അതെല്ലാം ഒരുക്കി 3 മാസത്തിനുള്ളിൽ ആ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ജീവനക്കാരുടെ തസ്തിക നിശ്ചയിക്കുകയും വില്ലേജ് വിഭജനവും നടത്താതെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. മടത്തുംപടിയിൽ 44 ലക്ഷം രൂപ ചിലവഴിച്ച് 1861 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് 2020 സെപ്റ്റംബർ 15-ന് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച അന്ന് തന്നെ പൂട്ടിയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെ നിയമിച്ച് 2022 നവംബർ 19 മുതൽ തുറന്നെങ്കിലും വീണ്ടും അടച്ചു. തുടർന്ന് വാർത്ത വന്നപ്പോൾ VR സുനിൽകുമാർ MLA ഇടപെട്ട് വീണ്ടും ഒരു ജീവനക്കാരനെ നിയമിച്ച് തുറക്കുന്നുണ്ട്. ഒരു ജീവനക്കാരൻ മാത്രം ജോലി ചെയ്തപ്പോൾ നികുതിയും അപേക്ഷകളും സ്വീകരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. വൈദ്യുതി ലഭിച്ചെങ്കിലും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ആർക്കും പ്രയോജനമില്ലാതെ പേരിനൊരു വില്ലേജ് ഓഫീസായി മാറിയിരുന്നു. TCV ന്യൂസ്, മാള. CPM ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ് KV അബ്ദുൽ ഖാദർ തൃശൂർ TCV ഓഫീസ് സന്ദർശിച്ചു. TCV ചാനൽ കൺവീനർ PM നാസർ, കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് ജെറോം, മണി ആറാട്ടുപുഴ, MP തോമസ്, TCV ജനറൽ മാനേജർ മനോജ് കമ്മത്ത്, ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ എന്നിവർ ചേർന്ന് അബ്ദുൽ ഖാദറിനെ സ്വീകരിച്ചു. സാറ്റലൈറ്റ് ചാനലുകൾ വിവാദങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഗ്രാമീണത ഉയർത്തിപ്പിടിക്കുന്ന ചാനലാണ് TCV എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. ഗ്രാമീണവും ജനകീയവുമായ വാർത്തകളിലൂടെ TCV ജനങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് ചാനലുകൾ വിവാദ വ്യവസായത്തിന് പുറകെ പോകുമ്പോൾ ജനങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട വാർത്തകളാണ് TCV നൽകുന്നത്. ഗ്രാമീണതയെ നിലനിർത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ സമൂഹത്തിന് മുമ്പാകെയും ഭരണകൂടത്തിന് മുമ്പാകെയും കൊണ്ടുവരികയും ചെയ്യുക എന്ന സത്യസന്ധമായ ഒരു മാധ്യമ ശൈലി TCV ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായും തൃശ്ശൂരിൻ്റെ ശബ്ദമായി TCV മാറിക്കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി. കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുരുവായൂർ മമ്മിയൂരിൽ ബൈക്കിൽ ടോറസ് ലോറിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ഇരിങ്ങപ്പുറം പുന്നവീട്ടിൽ 45 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 3:30 മമ്മിയൂർ സെന്ററിലായിരുന്നു അപകടം. വിപിനോടൊപ്പം ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഇരിങ്ങപ്പുറം ചാണാശ്ശേരി സതീഷിനും പരിക്കേറ്റിരുന്നു. കുഴഞ്ഞു വീണ മരണങ്ങൾ ഭീതിതമാം വിധം വർദ്ധിക്കുന്നു. പഠനം നടത്താതെ ആരോഗ്യവകുപ്പ്. കുഴഞ്ഞു വീണ മരണങ്ങളുടെ എണ്ണം പേടിപ്പെടുത്തും വിധം ഉയരുകയാണ്. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ 34 വയസ്സുള്ള ഫയർ ഓഫീസർ ഇരിങ്ങാലക്കുടയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കുഴഞ്ഞു വീണ മരണങ്ങളിൽ ചെറുപ്പക്കാരും മധ്യവയസ്കരുമാണ് ഏറെയും. വ്യായാമം ചെയ്യുമ്പോൾ, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സംഭവിച്ച മരണങ്ങൾ ഏറെയാണ്.
കോവിഡ് വ്യാപനത്തിന് ശേഷമാണ് ഇത്തരം മരണങ്ങൾ വർദ്ധിച്ചിട്ടുള്ളത്. കോവിഡിന്റെ ദൂരവ്യാപക ഫലങ്ങളായും വാക്സിന്റെ പാർശ്വഫലങ്ങളായും ഇത്തരം മരണങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഗൗരവകരമായ പഠനം നടത്താനോ പൊതുജനങ്ങളുടെ ഭീതി അകറ്റാനോ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഹൃദയ സംബന്ധമായ പരിശോധനകളെക്കുറിച്ചും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടില്ല. കോവിഡിന് ശേഷം മധ്യവയസ്കരിലും യുവാക്കളിലും ഹൃദയസ്തംഭനവും കുഴഞ്ഞു വീണ മരണങ്ങളും കൂടുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ഒക്ടോബറിൽ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പഠനങ്ങൾക്കോ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകാനോ പരിശോധനകൾ നടത്താനോ ആരോഗ്യ വിഭാഗം തയ്യാറാകുന്നില്ല. കുഴഞ്ഞു വീണ മരണങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഓഫീസിൽ നിന്നും രാത്രിയിൽ ഔദ്യോഗിക രേഖകൾ കടത്തിയതായി ആരോപണം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണിവരെ മാത്രം പ്രവർത്തിക്കുന്ന ഓഫീസ് രാത്രി തുറന്നാണ് ഓട്ടോറിക്ഷയിൽ ഫയലുകൾ കടത്തിയതെന്നാണ് ആരോപണം. ആശുപത്രിയിൽ അനധികൃത നിയമനങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും നടന്നതായുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ആശുപത്രിയുടെ ഓഫീസിൽ നിന്നും രേഖകൾ കടത്തിയതായുള്ള ആരോപണം ഉയർന്നിട്ടുള്ളത്. അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി നടന്ന സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് രേഖകൾ കടത്തൽ വിവാദമായിരിക്കുന്നത്. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന് ഈ വർഷം മുതൽ പുതിയ കോലം എഴുന്നള്ളിക്കും. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം 110 വർഷം പഴക്കമുള്ള കോലം മാറ്റി പുതിയ കോലം വടക്കാഞ്ചേരി ആലത്തൂർ മഠം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ദേശത്തിന് കൈമാറി. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ കോലം നൂറ്റാണ്ടുകളായി ആലത്തൂർ മഠത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. ആലത്തൂർ മഠം ഇപ്പോഴത്തെ കാരണവർ S. വെങ്കിടേശ്വരനും കുടുംബാംഗങ്ങളും ചേർന്നാണ് പുതിയ കോലം പണി കഴിപ്പിച്ചത്. തൃശൂർ ഒളരി സന്തോഷ് ജോർജ് എന്ന കലാകാരനാണ് കോലം പണി തീർത്തത്. വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, ആലത്തൂർ മഠം പ്രതിനിധി S. നരസിംഹൻ, ജനറൽ സെക്രട്ടറി PN വൈശാഖ്, പ്രശാന്ത് പുഴങ്കര, PK രാജേഷ് എന്നിവർ ചേർന്ന് പുതിയ കോലം വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടി ഏറ്റുവാങ്ങി. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. മാർച്ച് 2 മുതൽ 5 വരെയുള്ള തീയതികളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. 23ഓളം ദേശങ്ങളിലെ പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുക. മാർച്ച് 4-ന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്ക് ശേഷം സമാപിക്കും. ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറ മേളവും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠൻ നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടവിലങ്ങിൽ ജനവാസ കേന്ദ്രത്തിലെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളി. അരണാലിത്തോട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളിയത്. എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല. പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ എല്ലാ ഒട്ടുമിക്ക ദിവസങ്ങളിലും വേസ്റ്റുകളൊക്കെ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടുകളിൽ വരുന്ന വേസ്റ്റുകൾ, പിന്നെ കോഴി വേസ്റ്റുകൾ, കോഴി മാലിന്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റ് അടക്കം നമുക്ക് ഈ പരിസരത്തുള്ള ഒരുപാട് വീടുകളുണ്ട്. അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ക്ലാങ്ങളായിട്ടൊക്കെ താമസിക്കുന്നതാണ്. എല്ലാവർക്കും ശ്വസിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്മെല്ലായിരിക്കും. കോഴി വേസ്റ്റ് ഒട്ടുമിക്ക ദിവസം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ കുറവാണ്. ഇപ്പം ഈ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഞ്ചായത്ത് ഇടപെട്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തരണം. പക്ഷേ നല്ല ക്യാമറ ഒക്കെ വെച്ചാൽ എന്തെങ്കിലും സഹായിച്ചു തരണം. തരുന്നില്ല. ഈ പഞ്ചായത്തിൻ്റെ ലാസ്റ്റ് ഘട്ടം കാരണം ഇത് അവർ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ പാലം പൊളിഞ്ഞ് ഇത്രയും വർഷങ്ങളായാണ് പാലം, അതുപോലെ അവർ ശ്രദ്ധിക്കില്ല. പഞ്ചായത്തുകാർ ഇവിടേക്ക് ഇടപെടുന്നില്ല. ലാസ്റ്റ് ഭാഗം കാരണം ഇത് SMRത്തിൻ്റെ ഇടവിലെ ലാസ്റ്റ് എൻഡാണല്ലോ, അതുകൊണ്ട് അവർ ഇടപെടുന്നില്ല. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി തരണം. പൊതു ഇടങ്ങളിലും മറ്റും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അറിയിച്ചു. വള്ളത്തോൾ നഗർ വെട്ടിക്കാട്ടിരിയിൽ കുടുംബ വഴക്കിനിടെ 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 പേരെ അടിച്ച് പരിക്കേൽപ്പിച്ച വയോധികനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിക്കാട്ടിരി കുരുവാളത്തൊടി വീട്ടിൽ രവിയെയാണ് SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. രവിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രേമലത, അമൃത, 5 വയസ്സുള്ള ഇഷാൻ എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
കൊടുങ്ങല്ലൂർ മേത്തലയിൽ സിമന്റ് ഇഷ്ടിക നിർമ്മാണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ കത്തിച്ചു. മേത്തല കാക്കനാട്ട് കുന്നിൽ പ്രവർത്തിക്കുന്ന മൈത്രി സോളിഡ് ബ്രിക്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു സംഭവം. 3000-ഓളം പ്ലാസ്റ്റിക് ചാക്കുകൾ ഡീസൽ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്ലാസ്റ്റിക് ചാക്കുകൾ തീയിട്ടതിനെ തുടർന്ന് പ്രദേശത്ത് പുകയും ദുർഗന്ധവും നിറഞ്ഞു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ കമ്പനിയിലെ ജീവനക്കാർ തീകെടുത്തി. മൈത്രി സോളിഡ് ബ്രിക്സിനെതിരെ നേരത്തെയും പ്രതിഷേധമുയർന്നിരുന്നു. ചെറിയ റോഡിലൂടെ കമ്പനിയിലേക്ക് സാമഗ്രികളുമായി ഭാരമേറിയ ചരക്ക് വാഹനങ്ങൾ പതിവായി വരുന്നതും ഇഷ്ടിക നിർമ്മാണത്തിനിടെ പൊടിപടലങ്ങൾ ഉയരുന്നതും പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചത്. ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഇഷ്ടിക നിർമ്മാണ കേന്ദ്രം തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് വാർഡ് കൗൺസിലർ രമാദേവി പറഞ്ഞു. ഇവിടെ 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മളിവിടെ ഈ കട്ട കമ്പനി തുടങ്ങിയിട്ട്. ഈ കട്ട കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ ഷെഡ് വെച്ച് കെട്ടിയിട്ട് അവർ ചെറിയ രൂപത്തിലാണ് തുടങ്ങിയിരുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ പരിസരവാസികളും നാട്ടുകാരൊന്നും എതിർത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ, അപ്പോൾ അവർ ചെയ്തോട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വലിയ ഷെഡാക്കി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലൈസൻസ് പോലും എടുക്കാതെയാണ് ഇവർ ഇത്രയും വലിയ ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ കട്ട കമ്പനി തുടങ്ങിയിട്ടുള്ളത്. ഈ പരിസരവാസികൾക്ക് മൊത്തം എതിർപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന താണയത്ത് ഹരിച്ചേട്ടൻ, അതുപോലെ തന്നെ കുറേ വീട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഈ പൊടി ശല്യം കൊണ്ട് ആ ചേച്ചിക്ക് എന്നും ശ്വാസം മുട്ടണം. ആ ചേച്ചി ഇപ്പോൾ ആസ്പത്രിയിൽ പോയി അഡ്മിറ്റായി വന്നിട്ടുള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനെതിരെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്ത്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്, മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തപ്പോൾ ഇവരാണെങ്കിൽ ആദ്യം ഒരു ചെറിയ ടെമ്പോ വെച്ചാണ് കട്ടകൾ കൊണ്ടുവരലും ഈ ഇതിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവരലൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ വണ്ടിയാക്കി, കോറസ് വണ്ടിയാക്കിയപ്പോഴാണ് ഈ പരിസരവാസികളൊക്കെ എതിർത്തത്. എന്താണെന്ന് വെച്ചാൽ പലരുടെയും മതിലുകൾ ഇടിഞ്ഞ് വീഴുക, വീടുകൾക്ക് വിള്ളൽ വീഴുക. അതുപോലെ തന്നെ അവിടെ ഒരു കുളമുണ്ട്, ശോഭൻ ചേച്ചിര. ആ കുളം മൊത്തം റോഡ് കിട്ടുന്ന നാളെ ടാറിങ് കഴിഞ്ഞതാണ്, അത് മൊത്തം ഇടിഞ്ഞ് കുളത്തിലേക്ക് പോന്നിട്ടുണ്ട്. ഈ വണ്ടി പോയിട്ട് തന്നെയാണ് അത്. നാളെ ടാറിങ് കഴിഞ്ഞ റോഡ് പോലും പൊളിഞ്ഞ് മൊത്തം പോയി കിടക്കുന്നു. ക്യാൻസർ ബാധിച്ച് വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന അരിമ്പൂർ സ്വദേശി വിനോദ് എന്ന കണ്ണന്റെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ അവശതകൾ അപ്രസക്തമായി. ക്രച്ചസിന്റെ സഹായത്താൽ ഒറ്റക്കാലിൽ വിനോദ് മാരത്തോണിൽ 48 മിനിറ്റ് കൊണ്ട് ഓടിയത് 5 കിലോമീറ്റർ. അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി 20 കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെയെത്തുന്ന കാലം വിനോദിനുണ്ടായിരുന്നു. അന്ന് ഇരുകാലുകളിൽ പൂർണ്ണ ആരോഗ്യത്തോടെയായിരുന്നു ഓടിയിരുന്നത്. ദക്ഷിണേന്ത്യയിലെ 150-ലേറെ മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ടൈൽസ് പണിക്കാരനായ വിനോദ്. 2 വർഷം മുമ്പ് കാലുകളിലൊന്നിൽ തടിപ്പ് കണ്ടെത്തി. പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഒടുവിൽ വലതുകാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി. നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ട് ശസ്ത്രക്രിയ നടന്നു. ജീവിതം വഴിമുട്ടിയ വിനോദിന് സന്നദ്ധ സംഘടനയാണ് ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമ കാലും നൽകിയത്. ജീവിതത്തിന്റെ 2ാം പാതിയിൽ അതിജീവനത്തിനായി വിനോദ് തൃശൂർ നഗരത്തിൽ ഓട്ടോ ഓടിക്കുകയാണ്. ഇതിനിടയിലും രാവിലെ വീടിന് പരിസരത്തെ വഴിയിൽ ക്രച്ചസിൽ പിടിച്ചു നടന്ന് കഠിന പരിശീലനം നടത്തിയാണ് തൃശൂരിൽ നടന്ന കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിൽ വിനോദ് പങ്കെടുത്തത്. ഇപ്പോൾ കാൽമങ്ങനെ വയ്യേണ്ടതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് തൃശ്ശൂര്. അത് 5 കിലോമീറ്ററിലാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ 5 കിലോമീറ്റർ ഓടിയെത്താൻ പറ്റി. അധികം പിന്നോക്കൊന്നും പോയില്ല. ഏകദേശം ഒരു മധ്യത്തിലായിട്ട് തന്നെ പിന്നോക്കാവാണ്ട് തന്നെ മാക്സിമം സ്പീഡിലെത്തി. അടുത്തതൊരു 10 കിലോമീറ്ററിലൊക്കെ ഇറങ്ങുന്നതാണ് ആഗ്രഹം. അത് എന്തായാലും ഇറങ്ങാൻ പറ്റും. 5 കിലോമീറ്റർ ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ട് എത്താൻ പറ്റി. ഇനിയിപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി സമയം കുറച്ചിട്ട് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 38 മിനിറ്റ് 40-ൻ്റെ ഒരു പാത്തി ഇത്തിരി സ്പീഡിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒറ്റക്കാലിൽ ക്രച്ചസുമായി പാലസ് റോഡ് വഴി കോർപ്പറേഷൻ സ്റ്റേഡിയം വരെ 5 കിലോമീറ്റർ ദൂരം വിനോദ് 48 മിനിറ്റ് കൊണ്ട് ഓടി. അടുത്ത ലക്ഷ്യം ഇതേ സമയത്തിൽ 10 കിലോമീറ്റർ ദൂരം ഓടിത്തീർക്കുക എന്നതാണ്. അതിനുള്ള നിശ്ചയദാർഢ്യവുമായി വിനോദ് പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. TC വിനോസ്, തൃശൂർ. ഛത്രപതി ശിവജിയുടെ ജന്മദിനം എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ ആഘോഷിച്ചു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മറാഠ സ്വദേശികൾ ഒത്തുചേർന്നാണ് ആഘോഷം നടത്തിയത്. ദി മറാഠ ഗോൾഡ് ആൻഡ് സിൽവർ ഡിഫൈനറി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ്
VP മഹേശ്വരൻ, കടങ്ങോട് പഞ്ചായത്ത് അംഗങ്ങളായ MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ രാഹുൽ പാഠ്യൽ, സന്തോഷ് പവാർ, ദീപക് തോറ എന്നിവർ നേതൃത്വം നൽകി. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. വിവിധ കലാരൂപങ്ങൾ അരങ്ങേറി. ബബിത സ്വാമിനാഥൻ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും തൃശൂർ തിരുവമ്പാടി കലാപരശുരാം സംഘത്തിന്റെ രാമാഷ്ടപതിയും ഉണ്ടായിരുന്നു. കടവല്ലൂർ മേഖലയിലെ തോടുകൾ വറ്റിയതോടെ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ ജലക്ഷാമം രൂക്ഷമായി. നടിയിൽ കഴിഞ്ഞ് 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് വേണ്ടത്ര വെള്ളം ലഭിക്കാത്തതിനാൽ മുരടിക്കുന്നത്. കതിരിടുന്ന സമയത്ത് ധാരാളം വെള്ളം ആവശ്യമുള്ളപ്പോൾ കണ്ടങ്ങളെല്ലാം വരണ്ടു കിടക്കുകയാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കേണ്ട നെൽച്ചെടികൾക്ക് ആവശ്യമായ വെള്ളം എവിടെ നിന്ന് ലഭിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കാട്ടാക്കാമ്പൽ, നന്നമ്മുക്ക്, ആലങ്കോട്, ചാലിശ്ശേരി എന്നീ 5 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട 13 കിലോമീറ്റർ തോട് നവീകരിക്കുമെന്ന് അധികൃതർ വാഗ്ദാനം നൽകിയിരുന്നു. സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയെങ്കിലും തോട് നവീകരണം പേരിന് മാത്രമേ നടന്നുള്ളൂവെന്ന് കർഷകർ പറയുന്നു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരവിമംഗലത്ത് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KN സജീവൻ, രവി പോലുവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ ക്യാമ്പിൽ പങ്കെടുത്തു. ഉത്രാളിക്കാവിൽ പറ പുറപ്പെട്ടതോടെ അനുഷ്ഠാന നാടൻ കലാരൂപമായ പൂതനും തിറയും തട്ടകത്തെ വീടുകളിലേക്കുള്ള യാത്ര തുടങ്ങി. വ്രതശുദ്ധിയോടെ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെത്തി തൊഴുതതിനു ശേഷമാണ് പൂതനും തിറയും വീടുകളിലേക്ക് എത്തുന്നത്. 25-ന് പൂരദിവസം ക്ഷേത്രത്തിലെത്തി സമാപിക്കും. ബേക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. വ്യവസായ പ്രമുഖൻ TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് PM ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. KR ബൽരാജ്, സൈമൺ ജോർജ്, KR ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അധികാരിക്കുമ്പോൾ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഉപാധ്യായ ഫ്രം ബാംഗ്ലൂർ K. വിജയൻ ചേട്ടൻ അതിനോടൊപ്പം തന്നെ കൊണ്ടാണ് പോർഷൻ കൈകാര്യം ചെയ്യുന്നത്. തൃശൂർ പട്ടാളം റോഡ് ടെലിഫോൺ എക്സ്ചേഞ്ച് ഓപ്പറേറ്റേഴ്സ് സംഗമം തൃശൂരിൽ നടന്നു. 80 വയസ്സ് കഴിഞ്ഞ 8 പേരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രേസി, കുഞ്ഞുവറീത്, ബാബു കുറ്റിയിൽ, അനന്തനാരായണൻ, ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. 60 പിന്നിട്ട 9 വനിതകൾ ഒരുക്കിയ നൃത്തം ആസ്വാദികരമായി. സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC സെക്രട്ടറി VK രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട്, PC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് നികുതി കൊള്ള നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെതിരെ ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏത്തായ് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC മെമ്പർ ഇർഷാദ് K. ചേറ്റുവ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി OK പ്രൈസൺ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാർത്തിൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OV സുനിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ബീന തുളസി തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ എളവള്ളി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NA നൌഷാദ്, ലിസി വർഗീസ്, റാഷിദ് എളവള്ളി, TP ബാബു, രവീന്ദ്രൻ കാക്കനാട്ട്, KM ജോർജ്, TS മണികണ്ഠൻ, റാഫി എളവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെതിരെ കോൺഗ്രസ് തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC സെക്രട്ടറി TN കൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ അധ്യക്ഷത വഹിച്ചു. KG സന്തോഷ്, M അരവിന്ദാക്ഷൻ നായർ, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെ തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി ധർണ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AT സ്റ്റീഫൻ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ AP ബാബു, B മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണത്തല വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷക്കീർ പുന്നയുടെ അധ്യക്ഷത വഹിച്ചു. P യതീന്ദ്രദാസ്, K നവാസ്, KK മധുസൂദനൻ, ഷോബി ഫ്രാൻസിസ്, TH റഹീം, CK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ കൊണ്ടാഴി പാറമേൽപ്പടി വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി P സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറത്തോടി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ്, ബിജു തടത്തിവിള, TK കൃഷ്ണൻകുട്ടി, MK അബ്ദുൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ തൃശൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തൃശൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ധർണ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ, മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു, UDF നിയോജക മണ്ഡലം ചെയർമാൻ ഗിരീഷ് കുമാർ, DCC സെക്രട്ടറി ബൈജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ ഒല്ലുക്കര വില്ലേജ് ഓഫീസിന് മുന്നിൽ ഒല്ലുക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് IP പോൾ ഉദ്ഘാടനം ചെയ്തു. ഒല്ലുക്കര മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ തെക്കൂട്ട്, ശ്യാമള മുരളീധരൻ, PU ഹംസ, ജോസഫ് തിമോത്തി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർണയുടെ ലക്ഷ്യം ഇവിടെ വിശദീകരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വെങ്കിടങ്ങ് കണ്ണോത്ത് GMLP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദ് AT അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ്, പഞ്ചായത്ത് അംഗങ്ങളായ NK വിമല, ചാന്ദിനി വേണു, പ്രധാനാധ്യാപിക KK ജെയ്സി എന്നിവർ സംസാരിച്ചു. തലൂർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെ ഒരു വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി കമ്മിറ്റി ചെയർമാൻ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്തു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര, ഫാദർ സന്തോഷ് മുണ്ടൻമാണി, സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി നൽകിവരുന്ന റഹ്മാൻ വാടാനപ്പള്ളി സാഹിത്യ പുരസ്കാരം VG തമ്പി രചിച്ച ഇതം പാരമിതം എന്ന നോവലിന് ലഭിച്ചു. 10,000 രൂപയും
പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ സി ഗണേഷ്, രാകേഷ് നാഥ്, സന്ദീപ് സലീം എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര കൃതി തെരഞ്ഞെടുത്തത്. ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ചടങ്ങുകൾക്ക് സമാജ മേൽശാന്തി സിജിത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 10ഓളം സംഘങ്ങളുടെ കാവടി വരവും ഉണ്ടായിരുന്നു. ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളത്തിനു വേണ്ടി സ്വർണം നേടിയ മഹേഷിനെ അമ്പലപ്പാറ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അരുൺ, ഷാജി, ബാബു എന്നീ സീനിയർ താരങ്ങൾ നേതൃത്വം നൽകി. തണ്ണീർ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കിളികൾക്കൊരു കുടം പദ്ധതി വിയൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ നിർവഹിച്ചു. അഖിൽരാജ്, വിനീത്, ബേസിൽ, ജോൺസൺ ആളൂർ, ഷാജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിറക്കൽ സ്വദേശിനി നിരഞ്ജൻ ശ്രീലക്ഷ്മിയെ ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആദരിച്ചു. ചിറക്കൽ കുന്നത്തൂർ വീട്ടിൽ മഹേഷ്, ശ്രീദേവി ദമ്പതികളുടെ മകളായ നിരഞ്ജൻ ശ്രീലക്ഷ്മി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. വസതിയിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. KS സന്ദീപ്, KK രാജേഷ്, അശോക് കോമത്തുകാട്ടിൽ, ജോൺ ജേക്കബ്, റാഫി കൊമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8035 രൂപ, പവന് 64,280 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3442 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി താമര വെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. 2 മാസം പിന്നിടുമ്പോൾ മാത്രം കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. ഗുരുവായൂരിൽ നടന്ന സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം സമാപിച്ചു. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിരപ്പള്ളിയിലെ കാട്ടാന ദൌത്യം 1ാം ഘട്ടം വിജയകരം. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം കൊമ്പനെ കോടനാടുള്ള ചികിത്സാ കേന്ദ്രത്തിലെത്തിച്ചു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സ്വർണ്ണഗോപുരം ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. സമീപ ജ്വല്ലറികളിലും സമാനമായ തട്ടിപ്പ് നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.